എൻജോയ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തയ്യൽ മെഷീനിൽ സൂചി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും അതുപോലെ തന്നെ അതെങ്ങനെ കൃത്യമായി ഇട്ട് കൊടുക്കാമെന്നും നോക്കാം. നീഡിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ പേപ്പർ കഷ്ണം ഇതിൻ്റെ അടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ ലൂസാക്കുമ്പോൾ അത് സൂചി താഴെ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ പേപ്പർ കഷ്ണം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നീഡിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഈ നീഡിൽ ബാറിനോട് ചേർന്ന് കിടക്കുന്ന ഈ തമ്പ് സ്ക്രൂ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മെല്ലെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ സൂചി ലൂസായി നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഈ തമ്പ് സ്ക്രൂ ഊരിയെടുക്കുന്നത് നല്ലതായിരിക്കും. നീഡിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഹാൻഡ് വീല് നമ്മളൊന്ന് സ്റ്റിൽ ചെയ്ത് നിർത്തിയിട്ട് വേണം നീഡിൽ ഊരിയെടുക്കാൻ. ഈ നീഡിലൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നീഡിലിൻ്റെ ബാക്കി എല്ലാ വശങ്ങളും ഉരുണ്ടതും ഒരു വശം മാത്രം പരന്നിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പരന്ന വശമാണ് നമ്മൾ നീഡിൽ ബാറിനോട് ചേർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് നീഡിൽ എങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നീഡിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ നീഡിൽ ബാർ ഹാൻഡ് വീൽ ഉപയോഗിച്ച് അല്പം ഉയർത്തി വെക്കുന്നത് നല്ലതായിരിക്കും. നീഡിൽ ബാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു ചെറിയ സ്ക്രൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നീഡിൽ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ നീഡിലിൻ്റെ മുകൾ വശം ഈ സ്ക്രൂവിൽ തട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നീഡിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഊരി മാറ്റിയ തമ്പ് സ്ക്രൂ സൂചിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി വെച്ച് കറക്റ്റ് മുകളിൽ വെച്ച് നേരത്തെ നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഉണ്ടായ പൊസിഷനില്ലേ അതേ പൊസിഷനിൽ വെച്ച് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിൻ്റെ വിടവിലൂടെ സ്ക്രൂ ഡ്രൈവർ കടത്തി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഈ സ്ക്രൂ ഡ്രൈവർ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നീഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി തുടങ്ങിയ ചാനലായതുകൊണ്ട് ഒരുപാട് അപാകതകൾ ഉണ്ടാവും. എന്നാലും അതൊക്കെ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.